നിലവിലുള്ള വഖഫ് ആക്ടിനെ അമെന്റ് ചെയ്തുകൊണ്ട് 2024 കേന്ദ്ര സർക്കാർ പാർലമെന്റിന്റെ മുന്നിൽ ഒരു ബില്ല് സമർപ്പിച്ചിട്ടുണ്ട്. ഇതിൽ നിലവിലുള്ള വഖഫ് ആക്ടിന്റെ ചില പ്രധാനപ്പെട്ട ഭാഗങ്ങൾക്ക് മാറ്റം വരുത്തിയിട്ടുണ്ട്. അതിൽ ഒന്നാമത്തത് സെക്ഷൻ 3A പറഞ്ഞിരിക്കുന്ന വാക്കാലുള്ള ഉടമ്പടി എന്ന ഭാഗമാണ്. ഏതൊരു പ്രോപ്പർട്ടിയും വഖഫ് പ്രോപ്പർട്ടിയാക്കി മാറ്റുവാൻ വാക്കാലുള്ള ഉടമ്പടിയോ ഡീഡോ ഇൻസ്ട്രുമെന്റ് ഡോക്യുമെന്റോ ഉണ്ടെങ്കിൽ സാധിക്കും. എന്നാൽ പുതിയ ബില്ലിൽ വാക്കാലുള്ള ഉടമ്പടി എന്ന ഭാഗം മാറ്റിയിട്ട് കൃത്യമായ ഡീഡോ അല്ലെങ്കിൽ ഡോക്യുമെന്റ് ഇൻസ്ട്രുമെന്റോ ഉണ്ടെങ്കിൽ മാത്രമേ ഇനി ഒരു പ്രോപ്പർട്ടി വഖഫ് പ്രോപ്പർട്ടി ആക്കി മാറ്റുവാൻ സാധിക്കൂ എന്ന് ചേർത്ത് സെക്ഷൻ 3യുടെ തന്നെ ക്ലോസ് 6 എന്ന ഭാഗത്തിൽ പറഞ്ഞിരിക്കുന്നത് ഏതൊരു വ്യക്തിക്കും ഏതൊരു പ്രോപ്പർട്ടിയും വഖഫ് പ്രോപ്പർട്ടി ആക്കി മാറ്റുവാൻ സാധിക്കും എന്നാണ്. ഇതിൽ ഏതൊരു വ്യക്തിക്കും എന്ന ഭാഗം മാറ്റം വരുത്തി പകരം മിനിമം 5 വർഷമെങ്കിലും ഇസ്ലാം മതം പ്രാക്ടീസ് ചെയ്ത ഒരു വ്യക്തിക്ക് മാത്രമേ വഖഫ് പ്രോപ്പർട്ടി ആക്കി മാറ്റാൻ സാധിക്കൂ എന്ന് ചേർത്തിട്ടുണ്ട്. ഈ സെക്ഷനിൽ തന്നെ ഏതൊരു പ്രോപ്പർട്ടിയും കാലാകാലങ്ങളായി ചാരിറ്റബിൾ, റിലീജിയസ്, പയസ് എന്ന കാര്യങ്ങൾക്ക് ഉപയോഗിച്ച് വരികയാണെങ്കിൽ ആ പ്രോപ്പർട്ടി വഖഫ് പ്രോപ്പർട്ടി ആക്കി മാറ്റുവാൻ സാധിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതാണ് വഖഫ് ബൈ യൂസർ. സെക്ഷന്റെ ഈ ഭാഗം എടുത്തു കളയാനുമാണ്